മുതിർന്ന CPIM നേതാവും മുൻ LDF കൺവീനറുമായ വൈക്കം വിശ്വനാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. സർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നു കഴിഞ്ഞു. LDFന്റെ ഒരു പ്രതീക്ഷ ഇക്കുറി എങ്ങനെയാണ് കേരളത്തിൽ? LDFന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും. കാരണം കേരളത്തിലെ വർഗീയതയ്ക്കെതിരായിട്ടും രാജ്യത്തിന്റെ പൊതു വളർച്ചയ്ക്ക് അനുകൂലമായും ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ അത്തരം ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റുണ്ട്. ആ ഗവൺമെന്റിനെ അപ്പാടെ തകർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്ന BJP അധികാരത്തിലിരിക്കുകയും അവർക്ക് അനുകൂലമായി ചിന്തിക്കുന്ന UDF ഇവിടെയും നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ, വിവിധ മേഖലകളിലുള്ളവർ, ഇതുവരെ ഒരുപക്ഷെ ഇടതുപക്ഷത്തിനോട് ഒപ്പമല്ലാത്തവർ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം ഒരു സീറ്റിൽ മാത്രം LDF കേരളത്തിൽ ഒതുങ്ങി. ഇക്കുറി ഒരു എത്ര നമ്പരാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ആ രീതിയിൽ ഒരു നമ്പറിനെ കുറിച്ച് പറയുന്നില്ല. 20 സീറ്റുകളിലും നല്ല രീതിയിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. ജനങ്ങളും അതിനനുസരിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഈ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നത് NDA മുന്നണിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ? അല്ല, അതിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവിടെ കാണുന്ന കോൺഗ്രസുകാരൻ നാളെ BJP ആയി മാറുന്നുണ്ട്. അതല്ലാതെ അതിന്റെ പ്രത്യേകത എന്തുണ്ടെന്ന് പ്രത്യേകിച്ച് ഇപ്പൊ പറയാനില്ല. കാരണം ഇന്ന് നമുക്ക് കാണുന്ന കോൺഗ്രസ് ഇന്നും അതുപോലെ തന്നെ നിന്നോളണമെന്ന് ഒരു ഉറപ്പുമില്ല. നാളെ അവരെവിടെ വേണമെന്ന് നിൽക്കാം. കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ പറഞ്ഞത്, ഞാൻ RSSന്റെ സംരക്ഷണം കൊടുക്കുകയും സൌകര്യം വന്നാൽ കോൺഗ്രസിലോട്ട് BJPയിലോട്ട് പോകുമെന്ന് പറഞ്ഞ ആളിവിടെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആള് എങ്ങനെ പോകുമെന്ന് നമുക്കറിയാനൊക്കുമല്ലോ. അതുകൊണ്ട് അവര് മാറിയത് എന്ന് പറഞ്ഞാൽ BJPയും അവരും തമ്മിലുള്ള ആശയപരമായ ബന്ധത്തിൽ തന്നെയാണ് പോയെന്ന് വിചാരിക്കാം. പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് മത്സരിക്കുന്നത്. ഇടതുമുന്നണി ആ ഒരു എതിരാളി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആന്റണി ഞങ്ങള് കോളേജ്മേറ്റ്സാണ്. പക്ഷേ ആന്റണിയുടെ മകൻ BJP ആയിട്ട് രൂപാന്തരപ്പെട്ടതിന്റെ അർത്ഥം ഈ മൃദു ഹിന്ദുത്വന്റെ വക്താവായിരുന്നു ആന്റണി. തന്റെ കുടുംബത്തിൽ അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഈ രീതിയിൽ പോകാനിട വന്നിട്ടുള്ളത്. പിന്നെ BJP അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ നിർത്തിയാൽ BJPയോട് താൽപര്യമുള്ള ആളുകൾ അതിന്റെ കൂടെ പോയെന്ന് വരാം. പത്തനംതിട്ട പാർലമെന്റിൽ എന്തായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയില്ല. തോമസ് ഐസക് എന്ന കേരളത്തിന്റെയും ഇന്ത്യയിലെയും ഉയർന്ന ഒരു സാമ്പത്തിക വിദഗ്ധനും പൊതുപ്രവർത്തകനും എതിർക്കാൻ കഴിഞ്ഞു എന്ന് അഭിമാനിക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. താങ്ക് യു, സർ. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇക്കുറി ഇടതുമുന്നണി ജയിക്കും എന്നാണ് മുതിർന്ന CPIM നേതാവും മുൻ LDF കൺവീനറുമായ വൈക്കം വിശ്വൻ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.